ഒരു സോളോ ട്രിപ്പ് പോയാലോ? കറക്റ്റ് സമയത്ത് ഒരു അബുദാബി ട്രിപ്പ് സെറ്റ് ആയിട്ടോ. കൊണ്ടുപോകാൻ പറ്റുന്ന പരമാവധി സാധനങ്ങൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം എനിക്ക് 30 kg ബാഗേജ് അലവൻസ് ഉണ്ടായിരുന്നു. ഈ വർഷം എൻ്റെ ട്രാവൽ ലിസ്റ്റിലേ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് അബുദാബി. കാര്യം അവിടെ ഇത്ര അടിപൊളി സ്ഥലങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ സോളോ ട്രിപ്പാണ്. ആൻഡ് എയർ അറേബ്യയിലും ഇതെന്റെ ഫസ്റ്റ് ടൈമാണ്. ഇവരുടെ ക്യാബിൻ ക്രൂ ഭയങ്കര സ്വീറ്റ് ആൻഡ് കൈൻഡ് ആണ് കേട്ടോ. ഈ ഉമ്മയാണ് എൻ്റെ അടുത്തിരുന്നത്. ആൻഡ് ഈ ഉമ്മേനെ അവർ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചേട്ടൻ നല്ല രസമുണ്ടല്ലേ. ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോഴേക്കും അതാ ഞാൻ കാത്തിരുന്ന സാധനം. ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഫുഡൊന്നും എനിക്ക് പൊതുവെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എൻ്റെ മോനെ ഈ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു. വിശപ്പൊന്ന് മാറിയപ്പോഴേനും ഹാപ്പിയായി അവരുടെ തൊപ്പിക്ക് വെച്ചിരിപ്പുണ്ട്. പിന്നെ ബോറടി മാറ്റാൻ ഫ്രണ്ടിൽ ഇരുന്ന ബുക്കൊക്കെ എടുത്ത് വായിച്ചപ്പോഴേനും ഈ സാധനം കണ്ടേ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് അവരുടെ സ്കൈ ടൈം എന്നൊരു പരിപാടിയില്ല. അതിൽ നമുക്ക് പാട്ട്, സിനിമ, അങ്ങനെ കുറെ എന്റർടൈൻമെന്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം അത് കുത്തിയിരുന്നപ്പോഴേക്കും ഉറക്കം വന്നു. പിന്നെ ലാൻഡിങ് ആവാറായപ്പോഴാണ് കണ്ണുറന്നത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കോക്പിറ്റ് കാരണമെന്ന്. അതുകൊണ്ട് ക്യാബിൻ ക്രൂവിനെ ഒന്ന് കമ്പനി അടിച്ചിട്ട് നേരെ കോക്പിറ്റ് കയറിയേ. പൈലറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറച്ച് ജാടുള്ള മനുഷ്യനെ പ്രതീക്ഷിച്ചത്. പക്ഷെ പുള്ളി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയധികം ബട്ടൺസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ കുറച്ച് പാടല്ലേ എന്ന്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളാന്ന് പറഞ്ഞിട്ട് കുറച്ച് ബേസിക്സ് ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഇതെനിക്ക് മൊത്തത്തിലൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. എയർപോർട്ട് ഒരു രക്ഷയില്ല. ഇറ്റ്സ് സോ ബിഗ്. ആൻഡ് ഞാൻ 1 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവും ഇമിഗ്രേഷനത്തെ. എൻ്റെ വേറൊരു ആഗ്രഹമായിരുന്നു ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ പേരുള്ള പ്ലക്കാർഡൊക്കെ പിടിച്ച് ആരെങ്കിലും എന്നെ വെൽക്കം ചെയ്യണമെന്ന്. ഇങ്ങനെ എൻ്റെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഒരുമിച്ച് സാധിച്ചൊരു ട്രിപ്പായിരുന്നു കേട്ടോ എനിക്കിത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ പറഞ്ഞാലോ?